പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായി വന്നതിൻ്റെ ഉദ്ദേശം PSC ഡിഗ്രി ലെവൽ നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നൽകുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ. നമ്മൾ ആ അസിസ്റ്റന്റ് പരീക്ഷയുടെ മുൻകാല വിശദാംശങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിയമന ശുപാർശ അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, ആ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, ആ പരീക്ഷയ്ക്ക് ഏതൊക്കെ ബുക്സുകൾ നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ രണ്ട് രീതിയിലാണ് PSC നടത്തുന്നത്. ഒന്ന്, ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഘട്ടത്തിൽ പരീക്ഷ നടത്തുന്നു. മറ്റൊരു ഘട്ടത്തിൽ, അതായത് ലാഭകരം അല്ലാത്ത കുറച്ച് സ്ഥാപനങ്ങളുണ്ട് കമ്പനി ബോർഡ്, അപ്പോൾ അതിലേക്കും അത്തരത്തിൽ പരീക്ഷ നടത്തുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ KSFE, അതുപോലെ തന്നെ കെൽട്രോൺ, KMML, മലബാർ സിമൻസ്, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ KSEB തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞ രണ്ടാം ഘട്ടത്തിലെ പരീക്ഷയ്ക്ക് KSRTC, അതുപോലെ തന്നെ ഫാമിംഗ് കോർപ്പറേഷൻ, SSC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ട കാര്യം, അതായത് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ 40,000-ലധികം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു നല്ല തസ്തികയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2022 നോട്ടിഫിക്കേഷൻ നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ, അതായത് KSFE, അതുപോലെ തന്നെ KSEB തുടങ്ങിയ മുതലായവകളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് നടന്ന പരീക്ഷ. അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. അപ്പോൾ ആദ്യം പ്രിലിംസ്, അതിനുശേഷം മെയിൻസ് ആണ്. അപ്പോൾ പ്രിലിംസ് നടന്ന പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് 39.077 ആണ്. ഒരു സാധാരണ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയായാലും പ്രിലിംസ് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആ പരീക്ഷയുടെ പ്രിലിംസ് കഴിഞ്ഞ് നടന്ന മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് 43.33 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത്തരത്തിൽ പ്രധാനമായിട്ടും ആ പഠനത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയവർക്ക് ആ ലിസ്റ്റിൽ ഇടം പിടിക്കാനും അവർക്ക് ജോലി ലഭിക്കാനും